ഓരോ മതഗ്രന്ഥങ്ങളും ലോ ഓഫ് അട്രാക്ഷനെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? സാറിന്റെ അഭിപ്രായം അറിഞ്ഞു. രാധാകൃഷ്ണൻ ശരിക്കും പറഞ്ഞാലേ ഈ മതഗ്രന്ഥങ്ങളിലൊന്നും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വേദങ്ങളിലോ ബൈബിളിലോ ഖുറാനിലോ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ പല സ്ഥലത്തും നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ബൈബിളിൽ പറയുകയാണെങ്കിൽ നീ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയിൽ നീ ചോദിച്ചാൽ നിനക്കത് ലഭിച്ചിരിക്കും എന്ന് പറയുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ പ്രവാചക വചനത്തിനകത്തുണ്ട് പിന്നെ നീ എന്ത് പ്രതീക്ഷിക്കുന്നുവോ അതായിരിക്കും ഞാൻ തരിക എന്ന് പറയുന്നുണ്ട്. ഇത് സമാനമായിട്ട് വേദങ്ങളിലുണ്ട്. പക്ഷെ ഇത് ലോ ഓഫ് അട്രാക്ഷൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എടുക്കുമ്പോൾ അതിനകത്തൊരു കാര്യം വെച്ചാൽ ഈ ആ വേർഡും കളയുക, അതിൻ്റെ പ്രോസസ്സും എല്ലാം കളയുക. പക്ഷെ നമ്മൾ അതർവൈസ് ജീവിതത്തിൽ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള എങ്ങനെ ആകുന്നത്, വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാകുന്നത്, അവർ ഒരു മേഖല ആഗ്രഹിച്ച് അതിലേക്ക് ഗോൾ സെറ്റ് ചെയ്ത് എല്ലാ ശ്രദ്ധയും അതിനുവേണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് എല്ലാം കഴിവ് വിഡ്രോ ചെയ്ത് ഇവിടെ മാത്രം ഉപയോഗിച്ച് കഴിയുമ്പോൾ അഭൂതമായൊരു വളർച്ച, വിജയം, സക്സസ് അവർക്കുണ്ടാവുക അല്ലേ. അപ്പം അതിനെ വളരെ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ലോ ഓഫ് അട്രാക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കഴിവുകളും എല്ലാം നമ്മൾ ഒന്നിലേക്ക് മാത്രം ശ്രദ്ധിച്ച് വിഡ്രോ ചെയ്തിട്ട് ചേർത്ത് വെക്കുക. അപ്പോൾ ചേർത്ത് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം നിശ്ചയമായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് നമ്മൾ പിന്നീട് ഇപ്പോഴും സയൻസിൻ്റെതായ രീതികളുണ്ട്. എവിഡൻസ് ബേസ്ഡ് ആണ് എപ്പോഴും. നമ്മൾ പറയുന്നതിന് എന്ത് തെളിവുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ സയൻസ് നമ്മൾ 1000 പേർക്ക് ഒരു ആഗ്രഹം ആഗ്രഹിച്ചിട്ട് 1000 പേർക്ക് അത് കിട്ടുന്നുണ്ടോ? അപ്പം അവിടെ ഇത് ആഗ്രഹിച്ച ആൾക്കാരുടെ ഇമോഷണൽ ഗൈഡൻസ് സിസ്റ്റം, അതായത് അവർ ആഗ്രഹിച്ചപ്പോൾ അത് ഫീൽ ചെയ്തുകൊണ്ടാണോ ആഗ്രഹിക്കുന്നത്, കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ഇത് കേട്ടിട്ട് പിന്നെ വിട്ട് കളഞ്ഞിട്ട് പിന്നാലെ അത് റിസൾട്ട് ഇല്ലാന്ന് പറയുകയാണ്. പ്രോപ്പർലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ സ്മാർട്ട് വർക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ട്രെയിനിങ് വേണം. നമുക്ക് അത് ദിവസങ്ങളോളം ട്രെയിനിങ് വേണം. ട്രെയിനിങ് വേണ്ടിയിട്ട് നമുക്കത് എന്തെങ്കിലും ആഗ്രഹിക്കുമല്ല, എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമുക്കതൊരു മീനിങ് ഉണ്ട്, അത് കിട്ടിയാൽ ഇറ്റ്സ് റിയലി 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 ഗുഡ്, അത് മാത്രമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ, അത്യാവശ്യം ഇല്ലാത്ത ആഗ്രഹങ്ങളെല്ലാം കളഞ്ഞിട്ട് റിയലി വാട്ട് യു വാണ്ട് അത് ഡിസൈഡ് ചെയ്തിട്ട് നമ്മുടെ സകല കഴിവുകളും കപ്പാസിറ്റികളെല്ലാം അതിലേക്ക് ചെയ്യുകയും അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും അതിനെക്കൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കുകയും അത് ലഭിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും ആക്ഷനും കൂടെ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു വാക്കേ, ഒരു സംഭവമേ ഇല്ലാതെ IAS കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ മെഡിസിൻ എൻട്രൻസ് പാസ്സായിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ മന്ത്രിമാരായിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ ഇലക്ഷൻ നിന്ന് ജയിച്ചിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെ എടുക്കുവാണെങ്കിൽ അവരെല്ലാം ഈ പറഞ്ഞത് അതിനെ ആഗ്രഹിച്ചിരുന്നു, മെന്റലി ഒരു തയ്യാറെടുപ്പ് നടന്നിരുന്നു. അപ്പൊ ഈ ലക്കിന്റെ നിർവചനം ഇങ്ങനെയാണ്: പ്രിപ്പറേഷൻ, ഒരു കാര്യം ഉപയോഗിക്കാൻ നമ്മൾ പ്രിപ്പയർ ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ദ പ്രിപ്പറേഷൻ മീറ്റ് ടുഗദർ, ലക്ക് വിൽ കം. അപ്പൊ ഈ പ്രിപ്പറേഷൻ ആണ് ഏത്? ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക ഇത് ഉൾക്കൊള്ളാനായിട്ട്, എനിക്കിത് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഓപ്പർച്യൂണിറ്റി വന്ന് കൂട്ടിപ്പൊട്ടി. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ടും ജാർഗൻസിലാണ്, അത് ഉപയോഗിക്കുന്ന വാക്കുകളിലാണ്. പക്ഷെ പ്രതിഭാസം എല്ലാത്തിനകത്തും ഒന്നാണ്. ഇപ്പം നിങ്ങളെ ഒരു ചെറുപ്പക്കാരന്, അവൻ IAS ഓഫീസറാണ്, അവന് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ അവന് ക്വാളിഫൈഡ് ആണ്. പക്ഷെ അവന് എന്താ ചെയ്യുന്നത്? എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്ത് ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം ഒരു 1-2 വർഷങ്ങൾ വർക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം കളഞ്ഞ് അത് മാത്രം ആഗ്രഹിച്ച് നടക്കുമ്പോൾ അതിന് തക്കതായ വർക്ക് അയാൾ ചെയ്തിട്ടുണ്ടോ? അയാൾ ആഗ്രഹം അത്ര തീക്ഷ്ണമായിരുന്നു, അതിന് തക്കതായ വർക്ക് അയാൾ ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് അയാൾക്ക് കിട്ടും. അപ്പോൾ ഈ നമ്മൾ സക്സസ്സിലേക്കുള്ള ഏത് ഫോർമുല എടുക്കുകയാണെങ്കിലും, ആര് പഠിപ്പിച്ചിട്ടുള്ള ഫോർമുല എടുക്കുകയാണെങ്കിൽ അതിനകത്തെല്ലാം ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു എലമെന്റ് ഉണ്ടാവും. ഈ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, പക്ഷെ നമുക്കത് കൂടാതെ
നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിവുണ്ട്. only thing നമ്മൾ എന്താ വേണ്ടെന്നുള്ളത് ഡ്രീം കാണണം. അത് നമുക്ക് ലഭിക്കുന്നതായി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതിൽ തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്ത് അത് ലഭിക്കും എന്നുള്ളത് 100% ആയിട്ട് നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇരിക്കണം. അതിനുവേണ്ടി അഭൂതമായ പ്രവർത്തനം, മാസീവ് ആക്ഷൻ നിർത്തി വെച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിച്ചാൽ ഒന്നും വരത്തില്ല. ഈ 5 കാര്യങ്ങൾ അവിടെ വരണം. ഏതൊക്കെയാണ്? ഡ്രീം, വിഷ്വലൈസേഷൻ, പ്ലാനിങ്, ബിലീഫ് ആൻഡ് ആക്ഷൻ. ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ ഈ സംഭവം ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ. എന്താണ്? ഡ്രീം. എന്താ വേണ്ടെന്ന് തീരുമാനിച്ചു, ഡ്രീം. നമ്പർ 2 എന്താണ്? വിഷ്വലൈസ് ചെയ്തപ്പോൾ ആ സക്സസ് കണ്ടുകൊണ്ടിരിക്കുക, അനുഭവിച്ചുകൊണ്ടിരിക്കുക, നുകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 3 അതിനു വേണ്ടുന്ന എല്ലാ കാര്യവും പ്ലാൻ ചെയ്തു, എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റുമോ അതെല്ലാം എടുത്തു. നമ്പർ 4 എനിക്കതുണ്ട്, ഞാനതാണ്, 100% ആണ്, ഉറപ്പാണ്, നിശ്ചയമാണ്. വിശ്വസിക്കാൻ തുടങ്ങി, വിശ്വസിച്ചു. പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും മാസീവായിട്ട് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിസൾട്ട് വരും. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നൊരു വാക്ക് അവിടെ ഇല്ലാന്നിരിക്കട്ടെ, ഇല്ലെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ റിസൾട്ട് സെയിം ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വാക്ക്, ഒരു സംഭവം ഉപയോഗിച്ച് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രതിമാസം പണ്ട് മുതൽ അവിടെ ഉണ്ട്, ചരിത്രാതീത കാലം മുതലുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ നമ്മുടെ പ്രശ്നം രാധാകൃഷ്ണനെ പോലുള്ള ആൾ നോക്കേണ്ട കാര്യം, ഇപ്പം ഈ ആഗ്രഹിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് വരുമോ, ലഭിക്കുമോ? അതാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. അത് ഡെഫിനറ്റ് ആയിട്ടും പറ്റും. അപ്പം ചെയ്യുമ്പോൾ ആ ഒരു ഈ നല്ലതുപോലെ പഠിച്ചിട്ട് ആ റിസൾട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഫൈനൽ തീരുമാനം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ശ്രമിച്ചു നോക്കി. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ വേൾഡിലും ബാഹ്യ യാഥാർത്ഥ്യത്തെയും എങ്ങനെ അത് ബാധിക്കുന്നു? നമ്മൾ കണ്ണടച്ചിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമ്മൾ കാണുന്നതാണ് ഇന്നർ വേൾഡ്. അപ്പം അത് പുറത്തല്ല, നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ നോക്കുമ്പം കാണുന്നതാണ്. അപ്പം ദാറ്റ് മീൻസ് എങ്ങനത്തെ ഫാമിലിയാണ് നിങ്ങൾക്കുള്ളത്, എങ്ങനത്തെ വാഹനമാണുള്ളത്, എങ്ങനത്തെ പണമാണ് നിങ്ങൾക്കുള്ളത്, എങ്ങനത്തെ ആരോഗ്യമാണ് നിങ്ങൾ കാണുന്നത്, ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വസ്തുവകകളായിട്ടും പ്രോപ്പർട്ടി ആയിട്ടും ഇങ്ങനെയുള്ള എന്തൊക്കെയുണ്ട്, ഏത് വിധത്തിലുള്ള സ്നേഹമുണ്ട്, ഇതെല്ലാം കാണുന്നതാണ് ഇന്നർ വേൾഡ്. അപ്പോൾ ഈ ഇന്നർ വേൾഡ് നമുക്ക് വളരെ മോശമായിട്ടിരുന്നാൽ നമുക്ക് ഈ ഔട്ടർ വേൾഡ് മോശമായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കപ്പം എന്താ ചെയ്യാൻ പറ്റുവെച്ചാൽ ഇന്നർ വേൾഡിൽ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഇന്നർ വേൾഡിൽ മാറ്റങ്ങൾ കൊണ്ടുണ്ട്. മെഡിറ്റേഷൻ ഇരിക്കാൻ നമ്മൾ ആദ്യം ഇരിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്, പിന്നെ ബ്രീതിങ്ങിലാണ്. കണ്ണടച്ച് ബ്രീതിങ് മണ്ഡലമുദ്രയൊക്കെ എടുത്ത് നമ്മൾ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ബോഡി സ്കാൻ ചെയ്ത് കംപ്ലീറ്റ്ലി ബോഡി റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇമോഷൻസിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, ഇത്രയും നമ്മൾ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിപ്പോഴത്തേക്ക് നമ്മളെ എന്താണോ നമുക്ക് വേണ്ടത് നമ്മൾ അതാ കാണുന്നത്. മീൻസ് നമ്മുടെ ടൈപ്പ് ഓഫ് മെഡിറ്റേഷനിൽ. അപ്പോൾ അവിടെ നമ്മൾ അതിസൂക്ഷ്മത്തിൽ ഇമാജിനേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തൊരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് വേണ്ട ഇപ്പോൾ ഒരു വീടാണ്, അതിനെ അവിടെ പെർമനൻ്റ് ആക്കണം, മാറ്റമില്ലാത്ത ഇനിയൊരു മാറ്റം ഇല്ലാത്തതായിട്ടുള്ള രീതിയിൽ പെർമനൻ്റ് ആക്കണം. അപ്പം അങ്ങനെ നമ്മൾ പെർമനൻ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് ഇന്നർ വേൾഡാണ്. അപ്പം ഇന്നർ വേൾഡിൽ വേറെ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ നല്ല ബന്ധങ്ങൾ, നല്ല ഇൻറ്റിമസി, നല്ല ഫ്രണ്ട്ഷിപ്പ്, നമുക്ക് വീടിന് ചുറ്റുമുള്ള സൗകര്യങ്ങൾ, നമുക്ക് വേണ്ടതെല്ലാം ഇന്റേണൽ വേൾഡിൽ നിന്ന് ആവശ്യമില്ലാത്തത് മാറ്റിക്കളയണം. പുതിയ ഇമേജ് വെച്ചിട്ട് ബോധമനസ്സിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് കിടക്കുന്ന എന്തെടുത്ത് കളയുകയും ചെയ്യാം, പുതിയത് പ്ലാന്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ അകത്ത് കിടക്കുന്ന ഭാര്യയായിട്ട് നമ്മൾ അകന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മക്കളുമായിട്ട് അകന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരായിട്ട് അകന്നിരിക്കുകയാണ്. അതിന് പകരം അവരെല്ലാവരുമായിട്ട് ചേർന്നുള്ള ഇമേജ് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്നർ വേൾഡ് അങ്ങ് മാറിക്കളയും. ഓക്കെ, ഇന്നർ വേൾഡ് അങ്ങ് മാറിക്കളയും. അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത്, നമുക്ക് സാമ്പത്തികമായിട്ട് ബാധ്യത ഒത്തിരി ഉണ്ട്, അതിന് പകരം സ്ഥിരമായിട്ട് സാമ്പത്തികം ഒത്തിരി ഉള്ളതായിട്ടും ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ടും ധനം ഉള്ളതായിട്ടും ഇതെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കത് പയ്യെ ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങൾക്കൊരു കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കാതിരിക്കും,
നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെന്റ് കൂടാണ് വിൽക്കാതിരിക്കുന്നത്. ആ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ട് വിൽപ്പനയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിറ്റു. ആ അപ്പൊ അങ്ങനെ ഈ ഉപബോധ മനസ്സിൽ നമുക്ക് എന്താണോ ലൈഫിൽ റിസൾട്ട് വേണ്ടത്, ആ ഏരിയ വേർ യു വോണ്ട് ടു ഹാവ് റിസൾട്ട്സ്, അവിടെ നമ്മൾ ഉപബോധ മനസ്സിൽ എന്ത് ചെയ്യണം? ആ റിസൾട്ടിലേക്ക് ഒക്കെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ആ റിസൾട്ടിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ജീവിതത്തിൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത് ഇന്ന് സംഭവിച്ച നാളെയൊക്കെ സംഭവിക്കുകയല്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ഒരു 3 months to 2 years നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇന്റേണൽ വേൾഡിൽ കണ്ണടച്ചാൽ കാണും നമ്മുടെ ലോകം. അത് നമുക്ക് എന്താണോ വേണ്ടത് അത് എഴുതി വെച്ചിട്ട് അത് ഇമാജിൻ ചെയ്ത് അതിലേക്ക് നമ്മൾ കൂടെ തന്നെ പൊക്കോണ്ടിരിക്കണം. ദെൻ ദാറ്റ് വിൽ ഹാപ്പൻ. അപ്പൊ അതിൽ നമ്മൾ വളരെ കൺവിൻസ്ഡ് ആണ്. പിന്നെ കുറേ കാര്യങ്ങളായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം കാനഡയിൽ ജീവിക്കുന്നതായിട്ട്, മഞ്ഞിനിടയ്ക്ക് ജീവിക്കുന്നതായിട്ട് നിങ്ങൾ കുറേ നാൾ കണ്ടു. നമുക്കതിൻ്റെ മീനിങ് പോലും ഇല്ല. പക്ഷേ എന്താ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ലൈഫ് കാനഡയിലേക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി ഷിഫ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിക്കുന്നതിൻ്റെ കാര്യം. ക്ലിയർ ആയില്ലേ? അത് ഇന്നർ വേൾഡിൽ നടക്കുന്ന കാര്യം പിന്നീട് പുറത്തുനിന്ന് സംഭവിക്കും. ഇന്നർ വേൾഡിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ ഇന്നർ വേൾഡിൽ നമ്മൾ വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി കഴിഞ്ഞപ്പോൾ ഇപ്പം ഇന്നർ വേൾഡിൽ എനിക്ക് കിട്ടുന്ന സേവനങ്ങളും സൗകര്യങ്ങളും എൻ്റെ വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം ഞാൻ കണ്ടു. അപ്പം ഇപ്പം എനിക്ക് സമാധാനം ഇല്ലെങ്കിലും ഇന്നർ വേൾഡിൽ ശാന്തിയും സമാധാനമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ലോവിലി നമ്മൾ ഔട്ടർ വേൾഡിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇറ്റ് വിൽ ഹാപ്പൻ. കറക്റ്റ് ആയിട്ട്. അപ്പോൾ പുറത്തൊരു മാറ്റം വരണമെങ്കിൽ ഇന്നർ വേൾഡ്, പുറത്ത് മാറ്റം വേണേൽ ആദ്യം മാറ്റാൻ പറ്റുന്ന ഇന്നർ വേൾഡിൽ. ഇന്നർ വേൾഡ് നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ പുറത്തെ വേൾഡ് നമുക്ക് ആവശ്യമുള്ള മേഖലയിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, ഒരു കാറ് വേണമെങ്കിൽ കാറ് ഉള്ളതായിട്ട് നമ്മൾ സങ്കല്പം, കാർ ഉള്ളതായിട്ട് അകത്തോടെ നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് കാറുമായിട്ട് ജീവിക്കുന്നതായിട്ടെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഈ കാർ എടുക്കാനുള്ള സാഹചര്യം നമുക്ക് തന്നെ വരും. അപ്പൊ നമുക്ക് അത് സാധിച്ചു, ഇനി അടുത്ത സാധിച്ചു, വീണ്ടും അടുത്ത സാധിച്ചു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് തുടരെ അടുത്തതിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇന്നർ വേൾഡിൽ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഓൾവേസ് യു ഹാവ് ടു ചേഞ്ച് യുവർ ഇന്നർ വേൾഡ്.